ദില്ലിയിൽ നിന്ന് ഇന്ന് വന്ന ഒരു വാർത്ത വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനം. വിവസ്ത്രരാക്കി നിലത്ത് കിടത്തി ബൂട്ട്സ് ഇട്ട് ചവിട്ടിയെന്നാണ് ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. പരാതി പറയാനെത്തിയ വിദ്യാർത്ഥികളെയാണ് പോലീസ് മർദ്ദിച്ചത്. മോഷണം ആരോപിച്ചും ഹിന്ദി സംസാരിച്ചില്ലെന്ന് ആരോപിച്ചുമായിരുന്നു മർദ്ദനം. കുറ്റം സമ്മതിക്കാൻ വിവസ്ത്രരാക്കി ബൂട്ട് കൊണ്ട് ചവിട്ടിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ദില്ലി പോലീസ് കമ്മീഷണർക്ക് കത്തെഴുതുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ലാൽക്കില ഏരിയയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹം പരാതി പറയാൻ നോക്കുമ്പോൾ ഞങ്ങളെ കുറേ മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് പലതവണ അദ്ദേഹം അടിച്ചു. ഞങ്ങളെ നിലത്തിരുത്തി, ആ കള്ളന്മാരെ സോഫയമേൽ ഇരുത്തിയിട്ട് ഞങ്ങളെ നിലത്തിരുത്തിയിട്ട് ഞങ്ങളെ മുണ്ടയച്ചു, ഞങ്ങളെ കുപ്പായൊക്കെ ഊരിപ്പിച്ചിട്ട് ഞങ്ങളെ കുറേ ചെക്ക് ചെയ്തു. തങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു സംഘം കവർന്നെടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ അതിക്രമമുണ്ടായത്. കോഴിക്കോട് കണ്ണൂർ സ്വദേശികളായിട്ടുള്ള അശ്വന്ത്, അതോടൊപ്പം സുദിൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ദില്ലി സാക്കിർ ഹുസൈൻ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഇവർ. ഈ സംഘം തങ്ങളുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഈ പോലീസ് ഈ പ്രതികൾക്ക് കൂട്ടുനിൽക്കുകയും അവരുടെ മൊബൈൽ ഫോണുകൾ അവർക്ക് തന്നെ ഈ സംഘത്തിന് തന്നെ നൽകുകയും ചെയ്തു. പിന്നീട് ഇവരെ ഈ 2 വിദ്യാർത്ഥികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തത്. വിദ്യാർത്ഥികളെ വിവസ്ത്രരാക്കുകയും മുട്ടിലിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കുറ്റം സമ്മതിക്കണമെന്ന് ആരോപിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് 2 വിദ്യാർത്ഥികളും ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ടത് ഹിന്ദി സംസാരിക്കുന്നില്ല എന്ന് ആരോപിച്ചും പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വരികയാണ്. കൈക്കും തലക്കും സാരമായിട്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്കാണ് വിദ്യാർത്ഥികൾ ശ്രമം നടത്തുന്നത്. ഇതിനോടകം തന്നെ കമ്മീഷണർക്കും DCPക്കൊക്കെ തന്നെയും വിദ്യാർത്ഥികൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണയായി വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം വിവിധ നേതാക്കളും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള, അതായത് പ്രത്യേകിച്ചും ഈ ഭാഷ അതോടൊപ്പം വേഷമടക്കമുള്ള മുൻവിധിയോടുകൂടി വിദ്യാർത്ഥികളെയും അതോടൊപ്പം മറ്റു ആളുകളെയും അതിക്രമിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ദില്ലി കമ്മീഷണർക്ക് അയച്ചിട്ടുള്ള കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DCPയുമായും P ശിവദാസൻ MP സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നുള്ളത് തന്നെയാണ് MP-മാരൊക്കെ തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികൾ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.